സംസ്ഥാനമാകെ പരിശോധന വ്യാപകമാക്കിയിട്ടും അർജുനായങ്കിയെ പിടികൂടാനാകാതെ പോലീസിനെ വട്ടം കറക്കുന്ന അർജുന്റെ സമൂഹമാധ്യമ പ്രൊഫൈലുകൾ സജീവമാണ്. ഒളിവിലിരിക്കെ വരുന്ന പോസ്റ്റുകൾ മറ്റാരോ ഇടുന്നതെന്നാണ് പോലീസിന്റെ സംശയം. അർജുനെ സഹായിച്ചവരും സുഹൃത്തുക്കളും അടക്കം 21 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടി. ആയങ്കി മലപ്പുറം എടപ്പാളിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തുവന്നു. ഇയാൾ ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ കണ്ണൂർ പനങ്കാവിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അർജുനായങ്കിക്കായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒളിവിലിരുന്ന് ആഭ്യന്തര വകുപ്പിനെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അർജുനായങ്കി സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. വ്യക്തിപരമായി ആളുകളിടുന്ന പോസ്റ്റുകളോട് പോലും ഇയാൾ പ്രതികരിക്കുന്നുണ്ട്. ഇത് മറ്റ് ആൾക്കാരെ ഉപയോഗിച്ച് ചെയ്യുന്നതെന്നാണ് പോലീസിന്റെ സംശയം. മലപ്പുറം എടപ്പാളിലെ ഒരു റെസ്റ്റോറന്റിൽ അർജുനായങ്കി എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അർജുന് ഒളിവിൽ താമസിക്കാൻ സഹായം നൽകിയ 4 പേരെയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഒരാളെയും അടക്കം 5 പേരെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടംകുളം സ്വദേശികളായ ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ്, നൌഫൽ, അഷ്കർ എന്നിവരാണ് ഒളിവിൽ പാർപ്പിച്ച കുറ്റത്തിന് അറസ്റ്റിലായവർ. ഇവരെ പിടികൂടാനെത്തിയപ്പോൾ പോലീസിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച മുഹമ്മദ് റാഫിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. അർജുനായങ്കിയുമായി ബന്ധമുള്ള 5 പേരെ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലെടുത്തു. തമ്പാനൂർ, തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് കസ്റ്റഡി. എറണാകുളം ഊന്നുകൽ പോലീസ് പിടികൂടിയ അർജുന്റെ കൂട്ടാളികളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. കണ്ണൂരിലും നിരവധി പേർ കരുതൽ കസ്റ്റഡിയിലുണ്ട്. അതിനിടെ വൈകിട്ടോടെയാണ് കണ്ണൂർ വളപട്ടണം പോലീസ് അർജുന്റെ കാർ കസ്റ്റഡിയിലെടുത്തത്. വാഹനം വളപട്ടണത്തെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അർജുന്റെ ഭാര്യയുടെ പേരിലുള്ളതാണ് ഈ വാഹനം. ചൊവ്വാഴ്ച യാത്ര ചെയ്ത് ബുധനാഴ്ച അർജുൻ കണ്ണൂരിലെത്തിയതായാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇയാൾ മുങ്ങിയതായാണ് സംശയം. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അർജുനായങ്കിക്കെതിരെ ആലുവ സൈബർ പോലീസും കേസെടുത്തിരുന്നു. മനോജ് ജോസ് എന്നയാൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സംസ്ഥാനത്താകെ അർജുനായങ്കിക്കെതിരെ 23 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.